നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ രാജ്യത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. ഒരു കായിക മൈതാനത്തിലെ ഏറ്റവും വിചിത്രമായ കാഴ്ചകളിലൊന്നിൽ വിജയത്തിന്റെ പരമ്പരാഗത അടയാളങ്ങളില്ലാതെ ടീം ഇന്ത്യ വേദിയിൽ ഏഷ്യ കപ്പ് വിജയം ആഘോഷിച്ചു. ഇപ്രാവശ്യത്തെ കളിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷമുള്ള കളി കൂടിയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ കളി കൂടിയായിരുന്നു. അതിനു മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോഴെല്ലാം തന്നെ പ്രകോപനപരമായിട്ടുള്ള പല ചേഷ്ടകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിനെല്ലാമുള്ള ഉത്തരം ഇന്നലെ ആ മൈതാനത്ത് ഇന്ത്യ നൽകിക്കഴിഞ്ഞു. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മറുപടിയാണ്. ഓരോ ഇന്ത്യക്കാരനും പറയാൻ വെച്ച വാക്കുകളാണ് ഇന്നലെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആ മൈതാനത്ത് വെച്ച് പാകിസ്ഥാന് നൽകിയത്. കളിക്കാരിൽ ആരും ഇന്നലെ കഴുത്തിൽ മെഡലുകൾ ധരിച്ചിരുന്നില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ട്രോഫി കൈകളിൽ പിടിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടോ? പറയാം. തുടക്കം ഒന്ന് പതറി. തകർച്ചയിൽ നിന്ന് തിലകും സഞ്ജുവും ചേർന്ന് കരകയറ്റി. പിന്നീട് തിലകും ദുബൈയും ചേർന്ന് വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഒടുക്കം ടൂർണമെന്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി റിങ്കു സിംഗ് ഇന്ത്യയുടെ വിജയ റൺ നേടി. ആവേശം അവസാന ഓവർ വരെ നീണ്ട കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യ കപ്പ് കിരീടത്തിൽ 9ാം തവണ ഇന്ത്യ മുത്തമിട്ടു. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. 5 വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ കീഴടക്കിയത്. മുൻനിര ബാറ്റർമാരെ തുടക്കത്തിൽ നഷ്ടമായപ്പോൾ തെല്ലൊന്ന് പതറിയ ഇന്ത്യയെ അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയ തിലക് വർമ്മയാണ് വിജയത്തിലെത്തിച്ചത്. ഒരു ഘട്ടത്തിൽ 20 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ സഞ്ജുവിനെ കൂട്ടുപിടിച്ച് കരകയറ്റിയ തിലക് പിന്നീട് ദുബൈക്കൊപ്പം ചേർന്ന് വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. ഒടുക്കം റിങ്കു സിംഗിനെ കൂട്ടുപിടിച്ച് തിലക് വർമ്മ തന്നെ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചു. ആവേശം അവസാന ഓവർ വരെ നീണ്ട കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യ കപ്പ് കിരീടത്തിൽ 9ാം തവണ ഇന്ത്യ മുത്തമിട്ടു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റുമായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. പാകിസ്ഥാനിൽ സർക്കാർ മന്ത്രി എന്ന നിലയിൽ നഖ്വിയുടെ ഇരട്ട വേഷവും ടൂർണമെന്റിനിടെ അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റും കണക്കിലെടുക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഈ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യാപകമായി ഊഹിക്കപ്പെട്ടിരുന്നു. അതായത് ആകസ്മികമായി ഏപ്രിലിലെ പഹൽഗാം ഭീകരാക്രമണത്തിനും മെയ് മാസത്തിൽ തുടർന്നുണ്ടായ അതിർത്തി കടന്നുള്ള പോരാട്ടത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മൈതാനത്ത് നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. ഏഷ്യ കപ്പ് നഖ്വിയിൽ നിന്ന് ടീം ട്രോഫി സ്വീകരിക്കേണ്ടത് തീരുമാനിച്ചതായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്ഥിരീകരിച്ചു. ഈ നിലപാട് സ്വീകരിക്കാൻ ആരും അവരെ നിർബന്ധിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. അവരുടെ തീരുമാനത്തിന്റെ ഫലമായി ട്രോഫി അവർക്ക് നൽകിയില്ലെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കേണ്ടത് തീരുമാനിച്ചു. ആരും ഞങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ല. പക്ഷേ ടൂർണമെന്റ് ജയിക്കുന്ന ടീം ട്രോഫി അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലിന് ശേഷം മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയത്തിനിടെ ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞു. നഖ്വിക്കൊപ്പം വേദി പങ്കിടുന്ന എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് നഖ്വി. നമ്മുടെ 26 സഹോദരന്മാരുടെ ചോര പുരണ്ട ആ രാജ്യത്തിന്റെ കൈകളിൽ നിന്ന് അത്തരത്തിലൊരു ട്രോഫി വാങ്ങണ്ട എന്നുള്ള ഇന്ത്യയുടെ തീരുമാനം, അതിനെ പൂർണ്ണ പിന്തുണയാണ് ഒരു രാജ്യം മുഴുവൻ നൽകിയിരിക്കുന്നത്. നേരത്തെ പാക് നായകന് ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത് നഖ്വി തന്നെയായിരുന്നു. ഏഷ്യ കപ്പ് സംഘാടകരോട് നഖ്വി ട്രോഫി വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു. അതിനാൽ പ്രസന്റേഷൻ നടത്തുന്ന സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മാറിയാണ് നിന്നതും. മത്സരത്തിന് മുൻപ് തന്നെ നഖ്വിയാണ് ട്രോഫി വിതരണം ചെയ്യുന്നതെങ്കിൽ വാങ്ങില്ല എന്ന് ഇന്ത്യൻ നായകൻ സൂര്യ നിലപാടെടുത്തു. മത്സരശേഷം ഇതേ നിലപാടിൽ സൂര്യ ഉറച്ചു നിന്നതോടെ പ്രസന്റേഷൻ പരിപാടികൾ 1 മണിക്കൂർ വൈകി. മാച്ച് ഒഫീഷ്യൽസും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ദീർഘനേരം ചർച്ച നടന്നു. ഒടുവിൽ കിരീടദാനമില്ലാതെയാണ് സമാപന ചടങ്ങ് നടന്നത്. ആദ്യം പാക് താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ ഏറ്റുവാങ്ങി. റണ്ണേഴ്സ് അപ്പിനുള്ള ചെക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ അവതാരകനായ സൈമൺ ഡഹലുമായി അഭിമുഖത്തിനെത്തിയത്. ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദി മാച്ചായി തിലക് വർമ്മയും വാല്യുബിൾ പ്ലെയറായ കുൽദീപ് യാദവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി അഭിഷേക് ശർമ്മയും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങി. ഇവരാരും വേദിയിലുണ്ടായിരുന്ന മൊഹസിൻ നഖ്വിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ഇന്ത്യൻ ടീം മൊത്തമായി മെഡലും ക്യാപ്റ്റൻ സൂര്യകുമാർ ട്രോഫിയും ഏറ്റുവാങ്ങാൻ എത്തിയില്ല.
സമ്മാനദാന ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ താരങ്ങൾ വേദിയിലെത്തി ട്രോഫി ഇല്ലാതെ ആഹ്ലാദ പ്രകടനവും നടത്തി. ഇതിനിടെ നഖ്വിയെയും പാക് താരങ്ങളെയും നോക്കി ഇന്ത്യൻ ആരാധകർ ഭാരത് മാതാ കി ജയ് ഇന്ത്യ എന്ന് ആരവം മുഴക്കിയതും പരിപാടിയുടെ അന്ത്യം വരെ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. ഏഷ്യ കപ്പ് ഫൈനൽ ദിവസം മത്സരത്തിന് ശേഷമുള്ള സമ്മാനദാന ചടങ്ങ് 1 മണിക്കൂറിലധികം വൈകി. അവസാന പന്ത് എറിഞ്ഞതിനു ശേഷം സമ്മാനദാന ചടങ്ങ് ആരംഭിക്കുമ്പോഴേക്കും നിരവധി ആരാധകർ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വിട്ടിരുന്നു. മോഹസിൻ നഖ്വിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കില്ലെന്ന് ഇന്ത്യൻ ടീം അറിയിച്ചു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് നഖ്വി, എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് പ്രസിഡന്റ് ഖാലിദ് അൽ സറൂണി, സ്പോൺസർമാരുടെ പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ 8 വിശിഷ്ട വ്യക്തികൾ ഇന്ത്യൻ കളിക്കാർ മുന്നോട്ട് വന്ന് വെള്ളിയാഭരണങ്ങൾ സ്വീകരിക്കുന്നതിനായി കാത്തിരുന്ന ടീം ട്രോഫി സ്വീകരിക്കില്ലെന്ന് വ്യക്തമായപ്പോൾ വിശിഷ്ട വ്യക്തികൾ വേദി വിട്ട് ഇന്ത്യ അത് സ്വീകരിക്കാൻ ഔദ്യോഗികമായി വിസമ്മതിച്ചതായി പ്രഖ്യാപിച്ചു. അവർ പോയതിനു ശേഷമാണ് ഇന്ത്യൻ ടീം വേദിയിലേക്ക് മടങ്ങിയത്. കോൺഫെറ്റി പുറത്തിറങ്ങി, വിജയഗാനം മുഴങ്ങി, കളിക്കാർ ആരാധകരോടൊപ്പം ആഘോഷിച്ചുകൊണ്ട് ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു. എന്നിട്ടും ട്രോഫി ശ്രദ്ധേയമായി കാണാതെ പോയി. സ്വന്തം രീതിയിൽ വിജയം ആഘോഷിച്ച ശേഷം ഇന്ത്യ വെള്ളിപ്പാത്രങ്ങളില്ലാതെ സ്റ്റേഡിയം വിട്ടു. ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഗെയിംസ് ഫീൽഡിലെ ഓപ്പറേഷൻ സിന്ദൂറാണ് സംഭവിച്ചതെന്ന് മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. മൈതാനത്തെ ഓപ്പറേഷൻ സിന്ദൂറാണിത്. ഫലം 2ലും 1 തന്നെ, ഇന്ത്യൻ വിജയം എന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. 5 വിക്കറ്റ് വിജയമാണ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടിയത്. ഏഷ്യ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4ലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ പലതവണ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തകർത്തപ്പോൾ വിജയം ഇന്ത്യൻ സൈനികർക്കും പഹൽഗാം ആക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്കുമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സമർപ്പിച്ചത്. വിജയിച്ച ടീമിന് ട്രോഫി നിഷേധിക്കപ്പെട്ടതിൽ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് സൂര്യകുമാർ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ക്രിക്കറ്റ് കളിക്കാനും പിന്തുടരാനും തുടങ്ങിയതിനു ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണിത്. ഒരു ചാമ്പ്യൻ ടീമിന് ട്രോഫി നിഷേധിക്കപ്പെടുന്നു. അതും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒന്നാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തുടർച്ചയായി 2 മികച്ച മത്സരങ്ങൾ കളിച്ചു. ഞങ്ങളത് അർഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. 5 വിക്കറ്റ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് സൂര്യകുമാർ പറഞ്ഞിരിക്കുന്നത്. ട്രോഫികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഡ്രസ്സിംഗ് റൂമിൽ 14 എണ്ണമുണ്ട്. എല്ലാ കളിക്കാരും സപ്പോർട്ട് സ്റ്റാഫും. അവരാണ് യഥാർത്ഥ ട്രോഫികൾ. ഏഷ്യ കപ്പിന്റെ യാത്രയിലുടനീളം ഞാൻ അവരുടെ വലിയ ആരാധകനായിരുന്നു. അവയാണ് യഥാർത്ഥ ട്രോഫികളും ഞാൻ തിരികെ കൊണ്ടുപോകുന്ന യഥാർത്ഥ നിമിഷവുമെന്ന് ഞാൻ കരുതുന്നു. അത് എന്നോടൊപ്പം എന്നേക്കും നിലനിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ കളിക്കാർക്ക് റണ്ണേഴ്സ് അപ്പ് മെഡൽ നൽകുകയും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും പ്ലെയർ ഓഫ് ദി സീരീസും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡുകൾ നേടുകയും ചെയ്തപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ട്രോഫി സ്വീകരിച്ചില്ല. ഒരു ഘട്ടത്തിൽ മോഹസിൻ നഖ്വി ട്രോഫി നൽകാൻ നിർബന്ധിച്ചാൽ പ്രതിഷേധം അറിയിക്കുമെന്നും ഇന്ത്യൻ ടീം ഭീഷണിപ്പെടുത്തി. സമ്മാനദാന ചടങ്ങിന് മുമ്പ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രോഫി മൈതാനത്ത് നിന്ന് കൊണ്ടുപോകുന്നതും കണ്ടു. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നലെ മൈതാനത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ട്രോഫി കയ്യിൽ കിട്ടിയില്ലെങ്കിലും വിജയം അത് ഇന്ത്യ ആഘോഷിക്കുകയാണ്. ഓരോ ഇന്ത്യൻ പൗരനും ആ വിജയം ആഘോഷിക്കുന്നു.